മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥിലാമിസാണ്. സോ നാളെയാണ് നമ്മുടെ കെമിസ്ട്രി ഫിസിക്സ് എക്സാം വരുന്നത് അല്ലേ. 2 പരീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ടെൻസ്ഡ് ആയിരിക്കും എന്ന് മിസ്സിന് അറിയാം. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് ആയിരിക്കും നമ്മുടെ എക്സാം. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനിയുള്ള സമയം നമ്മൾ മാക്സിമം പഠിക്കുക, നമ്മുടെ മെഗാ മാരത്തോൺ കാണുക, അടിപൊളിയാക്കുക. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 40-ൽ 40ലേക്ക് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കാൻ പോകുന്ന ചോദ്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ എല്ലാവരും ബ്രേസ് യുവർ സെൽസ്. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ സയന്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദി ആറ്റം. ആറ്റത്തിലെ കേന്ദ്രഭാഗം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ, പക്ഷെ തെറ്റിക്കാനും സാധ്യതയുണ്ട്. ആറ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ആരാ? കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. സോ നമ്മളോട് ചോദിച്ചത് ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണെന്നാണ്. നേരിട്ട് ചോദിച്ചിട്ടില്ല അല്ലെ. ഏത് ശാസ്ത്രജ്ഞനാ ന്യൂക്ലിയസ് കണ്ടെത്തിയത്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ന്യൂക്ലിയസിനെ കണ്ടെത്തിയത്. ന്യൂക്ലിയസ് മാത്രമല്ല, വേറൊരു സാധനം കൂടെ നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താ സംഭവം? പ്രോട്ടോൺസ് ആണ് കേട്ടോ. അപ്പൊ ന്യൂക്ലിയസിനെ കണ്ടെത്തിയതും പ്രോട്ടോണുകളെ കണ്ടെത്തിയതും ഏണസ്റ്റ് റുദർഫോർഡാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് ആരാ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിസ്കവറി വളരെ ഇമ്പോർട്ടന്റാ. ആരാ കണ്ടെത്തിയത്? യെസ്, ജെ തോംസൺ ആണ്. ആരാണ്? ജെ തോംസൺ. ഇനി ചാർജ് ഇല്ലാത്ത നമ്മുടെ സ്വന്തം പാവം ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ആരാ? ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ് കേട്ടോ. അപ്പൊ ഇത് അറിയാവുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഓർത്തെടുക്കുക, അറിയാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പ്രോട്ടോണിനെ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ഇനി ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂക്ലിയസിനെ കണ്ടെത്തിയതും ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. സിമ്പിൾ. ഡിസ്കവറീസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഇനി അടുത്തത്, ഐഡന്റിഫൈ എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദി ഫോളോയിങ്. മക്കളെ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഒരു ജോഡി ഐസോബാറുകളെ കണ്ടെത്താം. അപ്പൊ ഐസോടോപ്പും ഐസോബാറും ഭയങ്കര ഇമ്പോർട്ടന്റാ. എന്താ ഐസോബാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഐസോബാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ മാസ് നമ്പർ ഒരേപോലെയാണ്. സെയിം മാസ് നമ്പർ. എ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് നമ്പർ ആണ്. അപ്പൊ അത് മറക്കരുതേ. മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ എ എന്ന സിമ്പലും അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കാൻ Z എന്ന സിമ്പലുമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സോ ഐസോബാറുകളുടെ പ്രത്യേകത എന്താ? മാസ് നമ്പർ ഒരേപോലെയാണ്, എന്നാൽ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ് അല്ലെ. Z അഥവാ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സിമ്പിൾ ആയിട്ടാ. ഈ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ എവിടെ എഴുതാ? അതറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ടെങ്കിൽ ഇവന്റെ താഴെ എഴുതുന്ന നമ്പർ ആണ് അറ്റോമിക് നമ്പർ, മുകളിൽ എഴുതുന്ന നമ്പറാണ് ചക്കരക്കുട്ടികളെ മാസ് നമ്പർ അല്ലെ. അപ്പൊ മുകളിലുള്ള ആൾക്കാർ ഒരേപോലെ ഉണ്ടോ? അവർ ഐസോബാർ. സെറ്റാണോ? അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? മാസ് നമ്പർ ഒരേപോലെയുള്ള, മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഒരേപോലെ ആരെങ്കിലും ഉണ്ടോ? ദാ ഉണ്ട്, ആർഗണും കാൽഷ്യവും. 2 പേരുടെയും മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ, അതായത് മാസ് നമ്പർ ഒരേപോലെയാണ്. ശരിയല്ലേ? സോ ഐസോബാറുകൾ എന്ന് പറയുന്നത് ആർഗൺ 1840, അതേപോലെ കാൽഷ്യം 2040. ഇവര് 2 പേരുമാണ് ഇവിടുത്തെ ഐസോബാർ. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ആരാ? അപ്പം ആരാണ്? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇവരുടെ അറ്റോമിക് നമ്പർ ഒരേപോലെയാണ്. സെയിം ആയിട്ടുള്ള അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ഉള്ളവരെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഐസോടോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഐസോടോപ്പുകളുടെ ചുവടെ എഴുതിയിരിക്കുന്ന നമ്പർ, അതായത് അറ്റോമിക് നമ്പർ ഒരേപോലെയാണ്, എന്നാൽ മാസ് നമ്പർ ഡിഫറെന്റാ. അപ്പൊ ഇതിൽ ഐസോടോപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഐസോടോപ്പുകളെ? ഐസോടോപ്പ് ഉണ്ട് അല്ലെ. ദാ കിടക്കുന്നു കാർബൺ. നോക്കിയേ, C612ഉം C613ഉം. 2 പേരുടെയും അറ്റോമിക് നമ്പർ താഴെ എഴുതിയിരിക്കുന്ന നമ്പർ എന്റെ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 66 അല്ലെ, സെയിം ആണ്. അപ്പൊ ഇതേപോലെ അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് ഐസോടോപ്പ്, മാസ് നമ്പർ ഒരേപോലെയുള്ള ആൾക്കാരാണ് ഐസോബാർ. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഡെഫിനേഷനും അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ്. നാളത്തെ പരീക്ഷ പേപ്പറിൽ ഇതിൽ നിന്നൊരു ടോപ്പിക് ചോദ്യം എന്തായാലും ഉണ്ടാവും.
ഓർത്തു വെച്ചോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. An atom of element X, okay, has 18 electrons. Write the electron configuration of this element. X എന്ന മൂലകത്തിന്റെ ഒരു ആറ്റത്തിൽ 18 ഇലക്ട്രോണുകൾ ഉണ്ട്. ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എങ്ങനെ എഴുതും മക്കളെ? നമ്മുടെ കയ്യിൽ 18 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഷെല്ലുകൾ ഏതൊക്കെയാ? ഓരോ ഷെല്ലുകളിലുമായിട്ട് നമുക്ക് വീതിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കേണ്ട കാര്യം K, L, M, N ഇങ്ങനെയാണ് നമ്മുടെ ഷെല്ലുകൾ ഉള്ളത്. ഒന്നാമത്തെ ഷെല്ലാണ് K, 2 L, 3 M, 4 N ഇങ്ങനെയാണ്. K ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോൺസാ കയറുക. L ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോൺസാ കയറുക. M ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺസാ കയറുക. N ഷെല്ലിൽ പരമാവധി 32 ഇലക്ട്രോൺസാ കയറുക. ഇതെന്റെ മക്കള് ഒന്ന് ഓർത്തു വെക്കണം. എന്നാലേ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 18 ഇലക്ട്രോൺ ഉണ്ട്. ഈ 18 ഇലക്ട്രോണുമായിട്ട് ഞാൻ കേശലിന്റെ അടുത്തേക്ക് പോയി. കേശലിന് 18 ഇലക്ട്രോണെ മേടിക്കാൻ പറ്റുമോ? പറ്റൂല അല്ലെ? എന്റെ കയ്യിലുള്ള 18 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോണിനെ മാത്രമേ കേശലിന് വാങ്ങുകയുള്ളൂ. ഇനി മിച്ചം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 16 ഇലക്ട്രോൺ ഉണ്ട്. ഈ 16 ഇലക്ട്രോണിനെ നമ്മുടെ എൽ ഷെല്ലിന് വാങ്ങാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? എൽ ഷെല്ലിന് പരമാവധി 8 ഇലക്ട്രോൺസിനെ വാങ്ങാനേ സാധിക്കൂ. ദാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ കയ്യിലുള്ള 16 ഇലക്ട്രോണിൽ 8 എണ്ണത്തിനെ നമുക്ക് എൽ ഷെല്ലിന് കൊടുക്കാം. 2, 8. ഇനി മിച്ചമുള്ളത് 8 ഇലക്ട്രോൺസ് ആണ്. ഈ 8 ഇലക്ട്രോൺസിനെ നമുക്ക് എം ഷെല്ലിന് കൊടുക്കാം. കാരണം എം ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺസ് കയറും. സോ കൂളാണ്, നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കാം. 2, 8, 8 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് ഓഫ് ദി എലമെന്റ്. മക്കളെ എങ്ങനെ ഗ്രൂപ്പ് കണ്ടെത്താം? ഗ്രൂപ്പ് കണ്ടെത്താൻ ഭയങ്കര സിമ്പിളാ, പക്ഷെ പലരും തെറ്റിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ മിസ് സെറ്റാക്കി തരട്ടെ. ഗ്രൂപ്പ് കണ്ടെത്തുന്ന സമയത്ത് ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. 11 അറ്റോമിക് നമ്പർ. 2, 8, 1 ആണ് ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സോ ഇവന്റെ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. മക്കളെ, ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ അവരെ നമുക്ക് ഗ്രൂപ്പ് 1 എന്ന് പറയാം. ഓക്കെ, അപ്പൊ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1. ഇതേപോലെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2. നോക്കിക്കേ, എക്സ് എന്ന് പറയുന്ന ആറ്റം അറ്റോമിക് നമ്പർ 12. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 2, 8, 2. ഈ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? സോ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വന്നാൽ അവർ ഗ്രൂപ്പ് 2 ആയിരിക്കും. ഇതിൽ ഒരു മാറ്റവും ഇല്ല. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ വാലൻസ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2. ഇനി 2ൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക മക്കളെ? 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടുക. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 ആഡ് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, നമ്മുടെ എക്സിന്റെ അറ്റോമിക് നമ്പർ 18, 2, 8, 8 ആയിരുന്നു അല്ലെ? വാലൻസ് ഷെല്ലിലുള്ളത് 8 ഇലക്ട്രോൺസ് ആണ്. 2ൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2ൽ കൂടുതൽ വന്നാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ എന്താ ചെയ്യുക? ഈ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടണം. സോ 8 + 10 18 എന്ന് കിട്ടും. ഇതാണ് ഈ ആറ്റത്തിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി നമ്മളോട് പീരീഡ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? പീരീഡ് എങ്ങനെയാ കണ്ടെത്താം? അത് ഭയങ്കര സിമ്പിളാ. പീരീഡ് എങ്ങനെയാ കണ്ടെത്താം? പീരീഡ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആറ്റത്തിന്റെ കയ്യിൽ എത്ര ഷെൽ നമ്പർ ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ? എത്ര ഷെൽ ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1 ഷെല്ലാണെങ്കിൽ പീരീഡ് 1, 2 ഷെല്ലാണെങ്കിൽ പീരീഡ് 2, 3 ഷെല്ലാണെങ്കിൽ പീരീഡ് 3. ഇവിടെ എക്സിന്റെ കയ്യിൽ എത്ര ഷെല്ലുണ്ട്? 1, 2, 3 KLM 3 ഷെല്ലുണ്ട് അല്ലേ? 3 ഷെല്ലുണ്ടെങ്കിൽ ഇവന്റെ പീരീഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ മക്കളെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ഗ്രൂപ്പും പീരീഡും കണ്ടെത്താം. ഇതിന്റെ ഇമ്പോർട്ടൻസ് മിസ് പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. അത് കൃത്യമായിട്ട് കറക്റ്റ് ആക്കി വെക്കുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. സെറ്റ് അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ആർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്? പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നാൽ എന്താ? ആരാണ് മക്കളെ? നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1ഉം 2ഉം അതേപോലെ ഗ്രൂപ്പ് 3, 13 മുതൽ 18 വരെയുള്ളവരെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് അഥവാ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 1ാമത്തെയും 2ാമത്തെ ഗ്രൂപ്പിനെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെയും ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ. എഴുതിക്കൂടെ? ദ groups of periodic table from group 1 and group 2 and group 13 to group 18 are known as
മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഇനി റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. ഇത് ഞാൻ നിങ്ങൾക്കുള്ള ടാസ്ക് ആയിട്ട് തരികയാണ്. വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇതിന്റെ ഉത്തരം എൻ്റെ കുഞ്ഞുങ്ങളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മിസ് നോക്കും, കമന്റ് നോക്കും. ഓക്കെ, ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ മിസ്സിന്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 40-ൽ 40 മേടിച്ചു തരാൻ കഴിവുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് കൃത്യം 7:15 മെഗാ മാരത്തോണിലാണ്. എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നമ്മൾ ഒന്നിച്ച ഫിസിക്സും കെമിസ്ട്രിയും നേരിടും. പേടിക്കേണ്ട, ഒരു പേടി വേണ്ട മക്കളെ. പേടി വരുമ്പോ ഞങ്ങളുടെ മുഖം ഓർത്താൽ മതി. അങ്ങനെ ധൈര്യമായിട്ടിരിക്കുക. സോ വൈകിട്ട് കൃത്യം 7:15 കാണാം. കമന്റ് ചെയ്യാൻ മറക്കരുത്. മിസ് നോക്കും. ഓൾ ദി ബെസ്റ്റ്.